നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. സ്ഥിതി കൂടുതൽ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ട്രംപിന്റെ കുറച്ച് കടുപ്പിച്ച നിലപാടുകൾ അത് അറബ് രാജ്യങ്ങളെ വലിയ രീതിയിൽ രോഷത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ജോർദാനിലേക്കും ഈജിപ്തിനുമൊക്കെ കടുത്ത മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. അതായത് ഗാസക്കാരെ സമീപ രാഷ്ട്രങ്ങളിലേക്ക് തന്നെ മാറ്റും എന്ന് വ്യക്തമാക്കുന്നു. പക്ഷെ അതിലെ മറ്റൊരു വശം, കഴിഞ്ഞ ദിവസം ട്രംപുമായിട്ട് വൈറ്റ് ഹൗസിൽ വെച്ച് ജോർദാൻ രാജാവ് സംസാരിച്ചിരുന്നു. പക്ഷെ ഇതിന് ശേഷവും ഒരു ഇഞ്ച് പിന്നോട്ടേക്കില്ല എന്നുള്ള നയം തന്നെയാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ അറബ് രാഷ്ട്രങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക്, ഉച്ചകോടിക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടിയ ആ ഒരു ഭീതി അല്ലെങ്കിൽ ഒരു ഘോര യുദ്ധം അതിപ്പോൾ അറബ് രാജ്യങ്ങളും അമേരിക്കയും ഇസ്രയേലും ഒക്കെ ആയിട്ടുള്ള ഒരു വാക്പോരിലേക്ക് കടന്നിരിക്കുകയാണ്. അത് ഇപ്പൊ ഈ പറഞ്ഞത് ഇങ്ങനെയെല്ലാം ആയിരുന്നു, പക്ഷെ അതിൽ ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞു. കാരണം ട്രംപ് പറഞ്ഞതോ ട്രംപ് പറഞ്ഞത് എന്താണ്? ജോർദാനും ഈജിപ്തും എല്ലാവരും ഗാസ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്നുള്ള ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഈജിപ്ത് പറഞ്ഞിട്ടുണ്ട്, ആൾക്കാരെ ആരും ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, അല്ലാതെ തന്നെ ഞങ്ങൾ ഗാസ പുനർനിർമ്മിച്ചോളാം. അറബ് രാഷ്ട്രങ്ങൾ തയ്യാറാണ്. അപ്പം ജനങ്ങളെ കൊണ്ടുപോകണ്ട, ജനങ്ങളെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ആ കാര്യം ഏറ്റെടുത്തോളാം എന്നാണ് ഇപ്പൊ ഈജിപ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതിനു മുമ്പ് പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളത് ട്രംപിന്റെ ആവശ്യമുണ്ടായിരുന്നു ഗാസ ഒഴിപ്പിക്കണം, ഗാസ ഒഴിപ്പിച്ച് കൊണ്ടുപോകണം എന്നാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് വളരെ ഉറപ്പിച്ച ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പൊ അറബ് രാഷ്ട്രങ്ങൾ എത്തിയിരിക്കുന്നത്. കാരണം അവർ പറയുന്നത് ഒരു ദ്വിരാഷ്ട്ര പരിഹാരമാണ് അവരിതിന് പറയുന്നത്. അപ്പൊ ഇത്രയും കാലം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഗാസ ഇവര് ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഈ ദുരാഷ്ട്ര പരിഹാരം എന്ന് പറഞ്ഞത്, കാരണം രണ്ട് രാഷ്ട്രം ഒരേ രാജ്യത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുക എന്നുള്ള പരിഹാര മാർഗം ഒരിക്കലും നടക്കില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്നു പലസ്തീനികളെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഗാസ പുനർനിർമ്മിക്കാം, ഗാസയിൽ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട കാര്യമില്ല, പലസ്തീൻ അഭയാർത്ഥികൾ എല്ലാവരും തന്നെ പലസ്തീനിൽ തന്നെ ഉണ്ടായാൽ മതി എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇന്ന് പുറത്തേക്ക് പോയവര്, രാജ്യത്തിന് പുറത്തേക്ക് പോയവരെല്ലാവരും തന്നെ തിരിച്ചെത്താം എന്നുള്ള ഒരു നിലയിലേക്കാണ് ഇപ്പൊ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ പേരിലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം പ്രാവർത്തികമാകുമെന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോഴും ഒരു പ്രതിസന്ധി ഉള്ളത്, ആ ഒരു അറബ് രാജ്യങ്ങൾ മുൻപോട്ട് വെക്കുന്ന ഈ നയം അംഗീകരിക്കാൻ ഇസ്രയേൽ തയ്യാറാകില്ല. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഗാസ എല്ലാ കാലത്തും ഒരു ഭീഷണി. അതുകൊണ്ടാണ് ഒരു ദുരാഷ്ട്ര പരിഹാരം എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഗാസ രണ്ടാകേണ്ടി വരും, ഈ വെസ്റ്റ് ബാങ്ക് അങ്ങനെ രണ്ട് ഭാഗമായിട്ട് മാറേണ്ടി വരും. അല്ല, പലസ്തീൻ രാജ്യമായിട്ടും നെതന്യാഹുവിന്റെ മേലെ ജൂതന്മാർക്ക് വേണ്ടി മറ്റൊരു രാജ്യമായിട്ടും ഡിവൈഡ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് പിന്നീട് കാര്യങ്ങൾ എത്തിച്ചേരും. അങ്ങനെയാണെങ്കിലും ഈ ഹമാസ് എന്ന ഭീതി ഇല്ലാതാകാൻ അത് പൂർണ്ണമായി അതാണ് ഒരു പ്രശ്നം പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ട്രംപ് അതിരുകടന്ന ചില വെല്ലുവിളികളിലേക്കാണ് കടന്നത്. അതായത് ഏത് നിമിഷവും ഗാസക്കാരെ ഒന്നെങ്കിൽ ഈജിപ്തിലേക്കോ അല്ലെങ്കിൽ ജോർദാനിലേക്കോ മാറ്റും എന്ന് ഒരു നില ഉണ്ടായിരുന്നു. ആ സമയത്തും അതിർത്തികൾ അടയ്ക്കുന്ന ജോർദാന്റെ ഒരു സമീപനം നമ്മൾ ഇതിനെക്കുറിച്ച് അതിർത്തികൾ അടയ്ക്കാൻ ജോർദാൻ തയ്യാറായ ഒരു ഘട്ടത്തിലാണ് വ്യോമാതിർത്തിയോ അല്ലെങ്കിൽ മറ്റ് അതിർത്തി പ്രദേശങ്ങൾ അടയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് അറബ് രാജ്യങ്ങൾ, അതായത് ഗാസയുമായി തൊട്ടടുത്ത് കിടക്കുന്ന സമീപ രാഷ്ട്രങ്ങൾ അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ വ്യോമാതിർത്തി തുറപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്കറിയാം എന്നുള്ള ഒരു വെല്ലുവിളി ട്രംപ് നടത്തുന്നു. അതായത് ഉപരോധം ഏർപ്പെടുത്തുക, നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുക, മറ്റേ അറബ് രാജ്യങ്ങൾക്ക്, അതായത് സൗദി അല്ലാത്ത കുറച്ച് ഒരു പ്രതിസന്ധിയിൽ, സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന അറബ് രാജ്യങ്ങളെ, ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ അവർക്കുള്ള സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു നീക്കത്തിലേക്ക്, ആ ഒരു കടുത്ത നടപടിയിലേക്ക് അമേരിക്ക മാറും എന്നുള്ള ഒരു വെല്ലുവിളി. അധികാരത്തിൽ എത്തിയത് മുതൽ ട്രംപ് ഈ ഒരു ഭീഷണിയാണ്, ഈ ഒരു കാർഡാണ് പുറത്തിറക്കുന്നത്. അറബ് രാഷ്ട്രങ്ങൾക്കുള്ള സഹായങ്ങളെല്ലാം ഞങ്ങൾ വെട്ടിക്കുറയ്ക്കും, ഇല്ലാതാക്കും എന്നുള്ള ഒരു ഭീഷണി പുറത്തെടുക്കുമ്പോൾ ഈ രാജ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈജിപ്ത് പറയുന്നത് പുനർനിർമ്മിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം ഗാസ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഭീമമായ തുക ആവശ്യമായി വരും. ഒരു അറബ് രാജ്യങ്ങളെ കൊണ്ട് മാത്രം ഇതിന് സാധിക്കുമോ? വമ്പന്മാരുടെ ഒരു സഹായം ഇതിനൊക്കെ ആവശ്യമില്ലേ? സൗദി വിചാരിച്ചാൽ മാത്രം മതി ഗാസയെ പുനർനിർമ്മിക്കാൻ സൗദിക്ക് കഴിയും. പക്ഷേ
അങ്ങനെ മുഴുവൻ ഗാസയെ പുനർനിർമ്മിക്കാൻ ഭീമമായ തുക തന്നെ ആവശ്യമാണ്. അപ്പോൾ അത്രത്തോളം വലിയ ഒരു തുക കണ്ടെത്തുക എന്നുള്ളത് മറ്റൊരു വശമാണ്. കാരണം എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായും തകർന്നടിഞ്ഞ ഒരു ഭൂമിയാണ്, വിണ്ട് കീറിയ ഒരു ഭൂമി. അതിനെ പുനർനിർമ്മിച്ചെടുക്കുക, സ്കൂളുകൾ വേണം, അതുപോലെ തന്നെ ആശുപത്രികൾ ആവശ്യമാണ്, മറ്റ് പാലങ്ങൾ, റോഡുകൾ, ഇതിനൊക്കെ എത്രത്തോളം തുക ആവശ്യമായി വരും, അതും ഒരു ചോദ്യമാണ്. അതെ, ഇത്തരം ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഗാസ ഏറ്റെടുക്കണം എന്നുള്ള കാര്യം, രണ്ടാമത്തെ ഭാഗത്ത് ഗാസ ഏറ്റെടുക്കേണ്ട, ആരും വന്ന് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, ഇതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഈജിപ്റ്റ് എല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫെബ്രുവരി 27-ാം തീയതിയാണ് ഇതിനൊരു ഈജിപ്തിൽ വെച്ച് ഒരു ഉച്ചകോടിക്കായിട്ട് യോഗം ചേരണമെന്നാണ് ഇപ്പോ നെതന്യാഹു ഉൾപ്പെടെ ഇസ്രയേലിനെയും ഈജിപ്തിനെയും ട്രംപിനെയും എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ഉച്ചകോടി നടത്തുന്നതിനാണ് തീരുമാനം വന്നിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തില് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുമായി സഹകരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പലസ്തീൻ ജനത അവരുടെ മാതൃരാജ്യത്ത് തന്നെ തുടരാനുള്ള എല്ലാ അവസരങ്ങളും ചെയ്തു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ ജനങ്ങൾ അവിടെ ജീവിച്ചു വളർന്നവരാണ്. അപ്പൊ അവർക്ക് നിയമാനുസൃതമായിട്ടുള്ള നിയമപരമായ ഒരുപാട് അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ ഗാസ മുനമ്പിന്റെ പുനർനിർമ്മാണത്തിനുള്ള സമഗ്രമായ ഒരു പദ്ധതി അവതരിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതിന്റെ കൂടെയാണ് ഈ ട്രംപിന്റെ പദ്ധതി വരുന്നത്. ഇതിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിന്തുണയുള്ളത് ട്രംപിനോടാണ്. കാരണം ട്രംപ് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞതോടുകൂടി നെതന്യാഹു പൂർണ്ണമായിട്ടും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്രംപിനാണ്. അപ്പൊ ദുരാഷ്ട്ര പരിഹാരം എന്ന പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ എളുപ്പമായ കാര്യമായിരുന്നില്ല ഇതുവരെ. കാരണം ട്രംപ് പറയുന്നത് പോലെ രാജ്യം ഏറ്റെടുത്ത് കൊണ്ടുപോവുക ഇതായിരുന്നു തീരുമാനം. അപ്പൊ ഇപ്പോ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ദുരാഷ്ട്ര പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് ജീവൻ വെക്കും എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങളുടെ കൈകളിലേക്ക് വീണ്ടും ഗാസ എത്തുന്നതിനെ ഒരു തരത്തിലും ഇസ്രായേൽ അംഗീകരിക്കാൻ, പക്ഷെ പലസ്തീൻ ജനങ്ങളെ അവിടെ നിന്ന് കുടിയിറക്കുക എന്നുള്ള, കാരണം ഒരു പ്രാവശ്യം തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതുവരെ നമുക്കറിയാം, ഇതിനും എത്രയോ മുൻപ് ഇസ്രയേലും ഗാസയും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്. അന്നൊക്കെ ഈ പൂർണ്ണമായും ഈ ഗാസയുടെ ഒരു നിയന്ത്രണം ഇസ്രയേലിന്റെ കൈകളിലേക്ക് വന്നിരുന്നില്ല. അതത്ര ഒരു എളുപ്പമുള്ള കാര്യവുമായിരുന്നില്ല. പക്ഷെ ഇത്തവണ യുദ്ധം നടന്നപ്പോൾ എല്ലാം ഇസ്രയേലിന് അനുകൂലമായി വന്നു. ഗാസ പിടിച്ചെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇസ്രയേലിന് അനുകൂലമായിരുന്നു. തൊട്ട് അടുത്ത നിമിഷം നെതന്യാഹുവിന്റെ ഏറ്റവും പ്രിയങ്കരനായ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നു. അത് വലിയ ഒരു അനുഗ്രഹമായിരുന്നു നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അധികാരത്തിൽ വന്ന ട്രംപ് പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ഗാസ പിടിച്ചെടുത്ത് അവിടം ഒരു തീരദേശ സുഖവാസ കേന്ദ്രമാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ നെതന്യാഹു ഉറപ്പിച്ചു, ഇനി ഗാസ തങ്ങൾക്കൊരു ഭീഷണിയാകില്ല. കാരണം അമേരിക്കയുടെ മേൽനോട്ടത്തിലാണ് ഇനി ഗാസ മുൻപോട്ട് പോകാൻ പോകുന്നത് എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഒരു നെതന്യാഹുവിന് ഒരു ഇസ്രയേലിന് തിരിച്ചടി കിട്ടുന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്കാരുടെയും സഹായം വേണ്ട, ഗാസയെ ഞങ്ങൾ പുനർനിർമ്മിക്കാൻ തയ്യാറാണ്, അമേരിക്കയുമായി അത്തരം ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറെടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് ഒരു തരത്തിലും നെതന്യാഹുവിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം അറബ് രാജ്യങ്ങളുടെ കൈകളിലേക്ക് വീണ്ടും ഗാസ എത്തുകയാണെങ്കിൽ പഴയപടി തന്നെ ഗാസ എത്തും. കാരണം ഹമാസിന്റെ ഒരു വിളനിലമായി വീണ്ടും ഗാസ മാറും എന്നുള്ളത് ഇസ്രയേലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിന് തുരങ്കം വെക്കാനായിരിക്കും ഇനി നെതന്യാഹു ശ്രമിക്കുന്നത്. നെതന്യാഹു ആവശ്യപ്പെടുന്നത് എന്താണോ അത് അംഗീകരിക്കാനായിരിക്കും ട്രംപ് നിലകൊള്ളുന്നത്. അങ്ങനെയാണെങ്കിൽ ഗാസ പുനർനിർമ്മിക്കാൻ അറബ് രാജ്യങ്ങൾ വേണ്ട, ഞാൻ പ്രഖ്യാപിച്ചതുപോലെ, അതായത് ഗാസ ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് തന്നെ ട്രംപ് പ്രഖ്യാപിക്കുമോ എന്നുള്ള ആ ഒരു തീരുമാനം, അതാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും അങ്ങനെ തീരുമാനങ്ങൾ വരുന്നു. അതിനൊപ്പം തന്നെ വേറെ അടുത്തൊരു തീരുമാനം വരുന്നത് ബന്ദി മോചനത്തിനെ കുറിച്ചാണ്. അതായിരുന്നു ഏറ്റവും വലിയ അജണ്ട. യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ 2023 ഒക്ടോബർ 7 യുദ്ധം തുടങ്ങി. കാരണം ഈ ബന്ദികളെ പിടിച്ചുകൊണ്ടതോടുകൂടിയാണ് തുടങ്ങുന്നത്. അന്ന് മുതൽ നെതന്യാഹുവിന്റെ മുൻപിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ബന്ദി മോചനം. അതിപ്പോഴും നടന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ട്രംപിന്റെ ആവശ്യത്തോട് വഴങ്ങിയില്ലെങ്കിൽ, കാരണം ഇങ്ങനെ ട്രംപ് പറയുന്നത് പോലെ എല്ലാ ബന്ദികളെയും എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇപ്പൊ നെതന്യാഹുവും അത് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇതേ സമയത്ത് ഹമാസ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പ്രാവശ്യമായി ഇസ്രയേൽ അല്ലെങ്കിൽ നെതന്യാഹു
കരാറ് ലംഘിക്കുന്നു. കാരണം ഇവിടുന്ന് തിരിച്ചെത്തുന്ന പലസ്തീനികൾ തിരിച്ചെത്തുമ്പോൾ അവരെ അതിർത്തി കടക്കാൻ സമ്മതിക്കാതെ തടയുന്നു. ഇതെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള കരാർ ലംഘനമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഹമാസിനെ ഒരിക്കലും ബന്ദികളെ വിട്ട് കൊടുക്കണമോ എന്നുള്ളത് വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇതിന്റെ വേറെ ഒരു കാര്യമുണ്ട്. കാരണം എത്ര ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും പ്രശ്നമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു ഇതില് മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇസ്രയേൽ സമാധാന കരാർ റദ്ദാക്കണമെന്നും നരകം തുറക്കട്ടെ എന്നുമാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ വീണ്ടും ഈ പ്രശ്നങ്ങൾ തന്നെ എവിടുന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ ഇപ്പോഴും പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഒരുപാട് ചർച്ചകൾ നടക്കുന്നു, ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നു, ഒരുപാട് പേർ മരിച്ചു വീഴുന്നു. പക്ഷെ ഇപ്പോഴും എവിടെയാണോ തുടങ്ങിയത് ഏറ്റവും പ്രധാനപ്പെട്ട മൂല കാരണം എന്തായിരുന്നുവോ അത് അവിടെ തന്നെ തുടരുകയാണ്. കുറച്ചു പേരെയെല്ലാം രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് വന്ന് ബന്ദികളായിട്ട് പുറത്തു വന്ന ആൾക്കാര് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ചയിലും പറഞ്ഞിരുന്നു, അവരെ കണ്ടു കഴിഞ്ഞാൽ ഇവര് മനുഷ്യന്മാരാണോ എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്തത്ര മോശം അവസ്ഥയിലാണ്. അപ്പൊ ഇനി വരാനിരിക്കുന്നവര് എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം തടവുകാർ ഒരുപാട് പേര് രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഈ ഓരോ ബന്ദികളെ ആക്കുന്നതിനും ഇത്ര പേരെന്നുള്ള അനുപാതം വെച്ച് നോക്കുമ്പോൾ പലസ്തീൻ തടവുകാരെ കുറെ പേരെ, ഒരു 70% പേരെ ഇതുവരെ മോചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോഴും ബന്ദികൾ ബാക്കിയുമാണ്. അപ്പൊ ആ ഒരു അവസ്ഥയില് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലിന് ചെറിയൊരു പിന്നാക്കം തന്നെ വന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ബന്ദിമോചനം നടന്നിട്ടില്ല. ഇതിനൊപ്പം തന്നെ നെതന്യാഹു വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇറാനുമായി വീണ്ടും യുദ്ധത്തിലേക്ക് വരുമെന്നും പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും കാര്യങ്ങളെല്ലാം തന്നെ ഒന്നും ഒരു കരക്കെത്തി എന്ന് പറയാൻ അതിന് ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോഴും. നെതന്യാഹു ഇറാനുമായി ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നതിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട്. അതായത് ഇറാൻ ഒരു ആണവ ശക്തിയായി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ഭീതിയുണ്ട് നെതന്യാഹുവിനും അതുപോലെ തന്നെ ട്രംപിനുമുണ്ട്. ഇറാനിൽ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഭീഷണി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആണവ ബോംബുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് ഇറാനിൽ നിന്ന് തന്നെയാണ് മുൻപ് ഇസ്രയേലിന് ഒരു വെല്ലുവിളി. അതുകൊണ്ടാണ് ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ബോംബുകൾ, ഇസ്രയേലിനെ മുച്ചൂടും തകർക്കാനുള്ള ബോംബ് നിർമ്മിച്ചെടുക്കാൻ ഞങ്ങൾക്ക് ഒരാഴ്ച മതി എന്ന് വെല്ലുവിളിച്ചിരുന്നു. ഇപ്പോൾ നിശബ്ദമായിരിക്കുകയാണ്. എങ്കിലും ആണവായുധങ്ങൾ നിർമ്മിച്ചെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇറാനിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വർഷം ഇറാന്റെ ആണവായുധ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്നാണ് ഇസ്രയേൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ടാണത്. അപ്പൊ ജോ ബൈഡന്റെ കാലത്താണ് ഇത്തരം സാധ്യതകളെ കുറിച്ച് ആദ്യം റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത്. ഇപ്പൊ പക്ഷെ അന്ന് തന്നെ ട്രംപിന്റെ മൗനാനുവാദമല്ല, ശരിക്കുമുള്ള ഉച്ചത്തിലുള്ള അനുവാദം തന്നെ ഉണ്ടായിരുന്നു ആണവായുധങ്ങൾ ആക്രമിച്ചോളാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ വീണ്ടും അതിലേക്ക് തന്നെ ശ്രദ്ധ വീണ്ടും വന്നിട്ടുണ്ട്. ഇറാന്റെ മിലിറ്ററി കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയേൽ ഇതുവരെ നടത്തിയ ആക്രമണങ്ങളെല്ലാം വിജയമായിരുന്നു എന്ന് പറയുന്നു. ഇറാൻ പിന്തുണയ്ക്കുന്ന ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ ഇവരുടെ ശക്തി ക്ഷയിച്ചിട്ടുണ്ട്. ഹൂതികളുടെ ഇല്ലെങ്കിൽ തന്നെയും ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ശക്തി ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. മധ്യേഷ്യയില് അസ്ഥിരത വളർന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇറാനെതിരായ ആക്രമണത്തിന് ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ US-ന്റെ കടുത്ത പിന്തുണയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇനി വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു സൂചന വരുന്നു. ഇതിന്റെ ഒപ്പം തന്നെ വേറൊന്ന്, വെസ്റ്റ് ബാങ്കിന്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോ വെസ്റ്റ് ബാങ്കിന്റെ പേര് ജൂദിയ എന്നാക്കണമെന്ന്, ജൂദിയ അല്ലെങ്കിൽ സമാരിയ എന്നൊക്കെയായിരുന്നു ഈ വെസ്റ്റ് ബാങ്കിന് ആദ്യമായി പേരുണ്ടായിരുന്നെന്നും അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള പേരുകൾ മതി. ഇസ്രയേലി പാർലമെന്റ് പ്രാഥമിക അംഗീകാരം ഇതിന് നൽകി കഴിഞ്ഞു. 1967 മുതൽ ഇസ്രയേൽ അധിനിവേശത്തിന് കീഴിലുള്ള എല്ലാ പ്രദേശത്തിന്റെയും സർക്കാർ രേഖകളിൽ ജൂദിയ എന്നായിരുന്നു അത്രേ പേര് 1967 മുതൽ. അപ്പൊ ആ ജൂദിയ അല്ലെങ്കിൽ സമാരിയ ഇതാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള രേഖകളിൽ ഒന്നും തന്നെ വെസ്റ്റ് ബാങ്ക് എന്ന് വെച്ചാൽ പലസ്തീൻകാർക്ക് വെസ്റ്റ് ബാങ്ക് എന്നുള്ള ഒരു ചിന്ത, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈജിപ്തും ജോർദാനും അറബ് രാജ്യങ്ങളും ഇടപെട്ട് പലസ്തീനെ അവിടെ തന്നെ നിലനിർത്താനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ കൊണ്ടുപോകേണ്ട പലസ്തീന് തന്നെ എന്ന് പറയുമ്പോൾ, എന്ന് വെച്ചാൽ വെസ്റ്റ് ബാങ്കിൽ എന്ന് പറയുമ്പോൾ ആ ചിന്തകൾക്ക് വിരാമമിടാൻ വേണ്ടി തന്നെയാണ് വെസ്റ്റ് ബാങ്ക് ഇനി ജൂദിയ എന്ന പേരിൽ അറിയപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂതന്മാരുടെ നാട്.
അവിടെ വീണ്ടും അറബികൾക്ക് പങ്കില്ല. ഈ മുൻപ് ട്രംപ് തന്നെ നെതന്യാഹുവിന് വാക്ക് കൊടുത്തതാണ്. പ്രത്യേകിച്ച് ഹമാസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ട്രംപ് മുൻപ് പറഞ്ഞിരുന്നതാണ് ജെറുസലേം തലസ്ഥാനമാക്കിക്കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇസ്രയേലിന് അവിടെ മുഴുവൻ പിടിച്ചെടുക്കാം. അപ്പോ അതിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ. കാരണം വെസ്റ്റ് ബാങ്കിലേക്കാണ് ഈ പലസ്തീൻകാരെ അവിടെ തന്നെ നിലനിർത്താൻ പറയുന്നത്. വെസ്റ്റ് ബാങ്കിൽ നിലനിർത്താനാണ് പറയുന്നത്. അപ്പോൾ ആ പ്രദേശത്തിന്റെ പേര് മാറ്റുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വെസ്റ്റ് ബാങ്ക് ജൂതരുടേതാണെന്നാണ്. അങ്ങനെ ആകുമ്പോൾ അവിടെ അറബികൾക്ക് പങ്കില്ല. ആ ഒരു നീക്കത്തിലാണ് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നീക്കം അതിനുള്ള സമ്മതം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് രേഖകളിലെല്ലാം തന്നെ അതിനുള്ള ബില്ലിന് അംഗീകാരം കൊടുത്തു കഴിഞ്ഞു. പ്രാഥമിക അംഗീകാരം നൽകി കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇതേ പ്രശ്നം തന്നെ വീണ്ടും ഉയർന്നു വരികയാണ്. ഇതിനുവേണ്ടി റിലീജിയസ് സയനിസം പാർട്ടിയുടെ MP ആയിരുന്നു MK സിംച റോത്ത്മാനാണ് ഈ ബില്ല് കൊണ്ടുവന്നത്. ഇദ്ദേഹം വെസ്റ്റ് ബാങ്ക് എന്നുള്ള പേര് ഇനി ഇസ്രയേലി പാർലമെന്റിനും ജൂതന്മാർക്കും എതിരാണ് എന്നാണ് പറയുന്നത്. അപ്പോ ആ പേര് തന്നെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ആ സ്ഥലം അറബികളുടേതല്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഇസ്രയേൽ പറയുന്നത്. അല്ലെങ്കിൽ ചരിത്രം മൊത്തം മാറ്റി എഴുതുന്ന, ഇതുവരെയുള്ള ചരിത്രം മാറ്റി എഴുതുന്ന രീതിയിൽ. കാരണം ചരിത്രം എപ്പോഴും ഈ പറഞ്ഞ പോലെ ചരിത്രത്തിൽ വീണ്ടും വീണ്ടും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ പറയുന്നത് ഇതിനാദ്യം ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇവിടെ എല്ലാം ജൂതന്മാർക്ക് മാത്രമാണ്, പലസ്തീനികൾക്ക് വെസ്റ്റ് ബാങ്കിൽ അധികാരം ഇല്ലാതെ ആക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ പേര് പോലും മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ ഇസ്രായേൽ എടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നെതന്യാഹു എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ട്രംപിന്റെ പൂർണ്ണ പിന്തുണ കൂടി ആകുമ്പോഴാണ് അറബ് രാജ്യങ്ങൾ ഇടയുന്നത്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഇറാനുള്ള ആക്രമണവും മുന്നോട്ട് പോകും. ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ സൗദിയുടെ നിലപാട് എന്തായാലും പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും സൗദി പക്ഷെ ഇതിനെ എതിർക്കാൻ വഴിയില്ല. കാരണം സൗദിക്ക് ഇസ്രയേൽ വളരെ അടുത്ത രാജ്യമാണ്. അതേസമയം തന്നെ അറബ് രാജ്യങ്ങളെ പിണക്കാനും പറ്റില്ല. അപ്പൊ സൗദി മിക്കവാറും ഒരു ന്യൂട്രലായിട്ടുള്ള തീരുമാനമേ എടുക്കും. ഈ വിഷയത്തിൽ അങ്ങനെ ന്യൂട്രലായിട്ട് നിൽക്കാനും സൗദിക്ക് കഴിയില്ല. അറബികളുടെ അറബ് വംശജരുടെ ആത്മാഭിമാനത്തിന് ഏൽക്കാൻ പോകുന്ന വലിയ തിരിച്ചടിയാണ്. അപ്പോൾ അങ്ങനെ മിണ്ടാതിരിക്കാനും സൗദിക്ക് കഴിയില്ല. സൗദിയെ പിണക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അപ്പോൾ പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഇതിൽ എന്തായാലും പെട്ടുപോയിരിക്കുന്നത് സൗദിയും അമേരിക്കയുമാണ്. എന്ത് നിലപാട് ഇവരെടുക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എങ്കിലും ട്രംപ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സമീപ രാഷ്ട്രങ്ങളിലേക്ക് ഗാസയിലുള്ളവരെ മാറ്റും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. എന്തായാലും ഫെബ്രുവരി 27 ഇപ്പോൾ ഒരു പോർമുഖം കടുപ്പിച്ചു നിൽക്കുന്നത് അമേരിക്കയും ഈജിപ്തും തമ്മിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ജോർദാൻ പക്ഷേ അവരുടെ അതിർത്തി അടച്ചുകൊണ്ട് മറ്റ് നീക്കങ്ങളിലേക്കും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിലേക്ക് തന്നെ, യുദ്ധമല്ല പക്ഷെ ഒരു കടുത്ത വാക്പോരിന്റെ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നയതന്ത്രപരമായി എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ്. അവിടെയാണ് ഒരു വലിയ പ്രതിസന്ധി കിടക്കുന്നത്. എന്തായാലും ഒരു സമാധാനം എന്നുള്ളത് അത്ര പെട്ടെന്ന് വരാൻ പോകുന്ന ഒരു അന്തരീക്ഷമല്ല. വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ തീർക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് എല്ലാ രാജ്യങ്ങളും എല്ലാ ജനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇത് ഒഴിവാക്കാൻ തന്നെ, കാരണം ഹമാസ് എന്നുള്ളത് അവിടെ വേണം എന്നുള്ളത് ഇറാന്റെയും മറ്റ് പല രാഷ്ട്രങ്ങളുടെയും ആവശ്യമാണ്. അതേസമയം തന്നെ ബന്ദികളെ മോചിപ്പിക്കണം എന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ നെതന്യാഹുവിനും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, ട്രംപിനും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇത്തരം സ്വന്തം അഭിപ്രായങ്ങളും സ്വന്തം ഇത് നേടിയെടുക്കുന്നതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രതലവന്മാരുടെ പോർവിളികൾക്കിടയിൽ അവിടെ ജനിച്ചു വളർന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് പോകുമോ എന്നുള്ള ഒരു വലിയ ഭീഷണി. അല്ല, ഇവരാരും തയ്യാറാകുന്നില്ല. ഇവരാരും തന്നെ ജനങ്ങളുടെ കാര്യത്തിനെ കുറിച്ചല്ല. ഇപ്പൊ ട്രംപ് ആണെങ്കിലും, നമ്മളിപ്പോ ഈ പറയുമ്പോ തന്നെയും ട്രംപ് ആണെങ്കിലും ഇറാന്റെ കാര്യം ഖമനേയി ആണെന്നുണ്ടെങ്കിലും നെതന്യാഹു ആണെങ്കിലും ഇവരെല്ലാം ചിന്തിക്കുന്നത് അവരുടേതായ വ്യക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നീക്കത്തിന്റെ അവസാനം എന്തായാലും ഒരു ശുഭപര്യവസായി എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, ജനങ്ങൾക്ക് ഗുണമുണ്ടാകുന്നതായിട്ടുള്ള നീക്കങ്ങളൊന്നും ഉണ്ടാകില്ല, ഒരു സാധ്യതയില്ല. അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയാണ് എല്ലാ കാലത്തും കഷ്ടം. കാരണം പലായനം ചെയ്യുകയും വീണ്ടും തിരികെ എത്തുകയും അവരുടെ ഭൂമിയിൽ നിന്ന് അവർ ഇറങ്ങാതിരിക്കും. അവരുടെ ആവശ്യം ന്യായമാണ്. കാരണം ജനിച്ചു വളർന്ന അവരുടെ മണ്ണാണ്. ഇതിനുള്ളിൽ തന്നെ ഈ പറയുന്നതിൽ തന്നെ ഇതിലും കുറെ എല്ലാം ഇതുണ്ടെന്നുള്ളതാണ് പ്രശ്നം. കാരണം ഈ പറയുന്നതെല്ലാം ശരിയാണ്, സ്വന്തം ജനങ്ങളിലെ അവർക്ക് തിരിച്ചു വരേണ്ടതല്ലേ എന്ന്
എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും പറയേണ്ടി വരുന്ന കാര്യം, ഈ തിരിച്ചു വന്നവരിൽ ബഹുഭൂരിപക്ഷവും തീവ്രവാദികളാണ് എന്നുള്ള സത്യവും അവിടെ നിലനിൽക്കുന്നു. എല്ലാവരും തീവ്രവാദികളാണ് എന്ന് ബഹുഭൂരിപക്ഷം അല്ല, തിരികെ വരുന്നവരിൽ എല്ലാവരും ബഹുഭൂരിപക്ഷം ആൾക്കാരെന്നാണ് പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസ്, കാരണം സാധാരണ ജനങ്ങളല്ല തിരിച്ചു വരുന്നില്ല എന്നുള്ളത്. സാധാരണ ജനങ്ങളല്ല, പക്ഷെ സാധാരണ ജനങ്ങളും തിരികെ വരുന്നുണ്ട്. അവരുടെ നാടാണത്, അവർക്ക് മറ്റിടങ്ങളില്ല പോകാൻ. കാരണം അവർക്കറിയാം മരണമുഖത്താണ് തങ്ങൾ നിൽക്കുന്നത്, അവർക്ക് കൃത്യമായി അറിയാം. അങ്ങനെയെങ്കിൽ ജനിച്ചു വളർന്ന മണ്ണിൽ തന്നെ കിടന്ന് മരിച്ചോട്ടെ എന്നുള്ള ഒരു തീരുമാനവുമായി തിരികെ വരുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരുടെ ഭൂമിയാണത്. അവിടെ നിന്നും കുടിയിറക്കുക എന്ന് പറയുന്നത്, തീവ്രവാദം എല്ലാ കാലത്തും അവിടെ ഉണ്ടായിരുന്നതാണ്. അതിനെ പൂർണ്ണമായും അറുത്തുമാറ്റാനൊന്നും ഇക്കാലം കൊണ്ട് ഒരു രാജ്യങ്ങൾക്കും രാഷ്ട്ര തലവന്മാർക്കും കഴിഞ്ഞിട്ടില്ല. അതിനിയൊട്ട് കഴിയുകയുമില്ല. നമുക്കറിയാം, ട്രംപ് ഇരുന്ന കാലത്താണ് IS തലവനെ വധിച്ചത്. എന്നിട്ട് IS പൂർണ്ണമായും ഇല്ലാതായി എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. അതിങ്ങനെ അതിന്റെ വേര് പൊട്ടിമുളച്ചുകൊണ്ടേയിരിക്കും. തലവന്മാർ മാത്രമേ മാറുന്നുള്ളൂ, അല്ലെങ്കിൽ അവർ മാത്രമേ കൊല്ലപ്പെടുന്നുള്ളൂ. ആശയം ഇല്ലാതാകുന്നില്ല. അപ്പോൾ അവരുടെ മണ്ണിൽ നിന്ന്, ഗാസക്കാരെ അവരുടെ മണ്ണിൽ നിന്ന് കുടിയിറക്കി വിടുക, അല്ലെങ്കിൽ അവരെ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകൂ ഇങ്ങോട്ട് കൊണ്ടുപോകൂ എന്ന് പറയുന്ന രീതിയിൽ എടുത്തിട്ട് തട്ടിക്കളിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അവരുടെ മണ്ണാണത്, അവരുടെ ഭൂമിയാണത്. നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ എല്ലാ വശങ്ങളും ആ വിഷയത്തിൽ സംസാരിക്കണമല്ലോ. ഇസ്രയേലും വലിയ രീതിയിലുള്ള അധിനിവേശങ്ങൾ പലസ്തീനിൽ നടത്തിയിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ചരിത്രം അങ്ങനെ മാഞ്ഞു പോകുന്നതല്ല, ചരിത്രത്തിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. വലിയ രീതിയിലുള്ള അധിനിവേശം എല്ലാ കാലത്തും ഇസ്രയേൽ പലസ്തീനിലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ജനങ്ങളുടെ കാര്യമാണ് എപ്പോഴും കഷ്ടമായി നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.